ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. CBSE ക്ലാസ് 10 ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഈ ചാപ്റ്ററിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ഫിസിക്സിൽ ഒരു ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സിന്റെ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 6ാം ക്ലാസ് മുതൽ ലൈറ്റ് എങ്ങനെയാണ്, ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസ് ചെയ്യുന്നത്, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും ഇല്ലെങ്കിൽ റിഫ്രാക്ട് ചെയ്യും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ പ്രതിഭാസങ്ങളെ കുറിച്ച്, കൂടുതൽ ഫിനോമിനൻസിനെ കുറിച്ച് പറയാനാണ് ഈ ക്ലാസ്. ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. നിങ്ങൾക്കറിയാം, ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സോളാർ സിസ്റ്റത്തില് ഏറ്റവും സെന്ററിൽ നിൽക്കുന്ന സൂര്യനിൽ നിന്നാണ് ലൈറ്റ് എനർജി കിട്ടുന്നത്. ആ ലൈറ്റ് എനർജിയാണ് നമ്മുടെ ബേസിക് ആയിട്ട് ഭൂമിയിലെ അല്ലെങ്കിൽ എർത്തിന്റെ എനർജി സോഴ്സ് അല്ലെ. ഈ ലൈറ്റ് ഏകദേശം 8 മിനിറ്റോളം എടുത്തിട്ടാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നത്. You know that the speed of light is equal to C is equal to 3 into 10 raised to 8 meter per second. അത്രയും വളരെ സ്പീഡിലുള്ള പാതയിലൂടെയാണ് നമ്മുടെ ലൈറ്റ് വാക്വത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ എന്നെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ലൈറ്റ് വന്ന് എൻ്റെ മേളിൽ വീണിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് നിങ്ങളുടെ കണ്ണിലെ ലെൻസിലേക്ക് വന്നിട്ട് എൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഫോം ആവുന്നത് കൊണ്ടാണ് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരുണ്ടായിരിക്കുമല്ലോ. മുതിർന്നവരെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരുടെ ഒപ്റ്റിക്കൽ വിഷനിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് കാരണം അവരെ കണ്ണട സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? കണ്ണിലെ വിഷൻ കുറയുമ്പോൾ ഒരു കണ്ണാടി ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ വിഷൻ കൂടുതലാവും. നിങ്ങൾ തന്നെ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ കണ്ണാടിയുടെ ഫ്രണ്ടിൽ, ഒരു പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുങ്ങാറുണ്ട് അല്ലേ. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ പോലത്തെ തന്നെ നിങ്ങളുടെ ഇമേജിനെ കാണാൻ പറ്റും. നിങ്ങൾ ബാക്കിലേക്ക് പോകുമ്പോൾ ആ ഇമേജും ബാക്കിലേക്ക് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, റൈറ്റ് സൈഡിലുള്ള പോക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും കാണുന്നത്. അതിന്റെ പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ. ഇത്തരത്തിലുള്ള ഫിനോമിനകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള ലൈറ്റിന്റെ വേറെ കുറെ പ്രതിഭാസങ്ങളുണ്ട്. ലൈക്ക് റെയിൻബോ. നല്ല മഴയുള്ള സമയത്ത് സൂര്യൻ അടിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് റെയിൻബോ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലി റെയിൻബോ ഫോം ചെയ്യാൻ പറ്റും. അതിലൊരിക്കലും കളറിന്റെ അറേഞ്ച്മെന്റ് വേരി ചെയ്യുന്നില്ല. വിബ്ജിയോർ എന്ന് പറയുന്ന അതേ അറേഞ്ച്മെന്റിൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ വേവ് ലെങ്തിനനുസരിച്ച് അടുക്കി വെച്ചിരിക്കുന്ന വിബ്ജിയോർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഫിനോമിനൻസിനെ കുറിച്ചാണ് നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലെയിൻ മിറേഴ്സ് ആണ് പറയുന്നത്. ഇത് മിറേഴ്സിന്റെ തന്നെ പ്ലെയിൻ മിറേഴ്സും ഉണ്ട്, കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സും ഉണ്ട്. ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പറയാം. കൂടാതെ ഈ മിററിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ അത് കടത്തി വിടുന്നില്ല അല്ലെ. എന്താണോ അതിൽ വരുന്നത് അതിനെ റിഫ്ലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ ലൈറ്റിനെ കടത്തി വരുന്ന ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ലെൻസുകളെ കുറിച്ചും നമ്മൾ ഇതിൽ പഠിക്കും. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഷുവർ ആയിട്ട് ഒരു പ്രോബ്ലം, റേ ഡയഗ്രാം പോലെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും പബ്ലിക് എക്സാമിന്, ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഹെൽപ്പ് us to see object. You know that whenever we are going to look on an object, അത് ഇരുട്ടുമുറിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റില്ല. വെളിച്ചം വേണം അല്ലെ. വെളിച്ചം കൊണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വെളിച്ചം ആ പ്രതലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിൽ റിഫ്ലക്ട് ചെയ്ത് നിങ്ങളുടെ കണ്ണിലേക്ക് വരികയാണ്. ഓക്കെ, നമ്മുടെ കണ്ണിലുള്ളത് ഒരു ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്, ബൈകോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഈ ബൈകോൺവെക്സ് ലെൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇമേജ് നമ്മുടെ റെറ്റിനയുടെ മുമ്പിൽ വരും. ആക്ച്വലി ഈ ബൈകോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും, തലകുത്തി ആയിരിക്കും ഇരിക്കുക. നമുക്ക് പക്ഷെ ഒരു സാധനം തലകുത്തി കാണുന്നില്ല അല്ലേ. അത് നമ്മുടെ ഒപ്റ്റിക് നെർവ്സ് ബ്രെയിനിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പ്രോപ്പർ ആയതുകൊണ്ടാണ് നമുക്കത് എന്തായിക്കൊണ്ട് ഇറക്റ്റ് ആയിട്ടുള്ള, അതായത് വ്യക്തമായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഫോം ചെയ്യുന്നു. Okay, അതുപോലെ തന്നെ when light falls on object, it reflects the light, and when the reflected light reach our eyes, then we can see the object. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണണമെങ്കിൽ ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് ഇല്ലാത്തൊരിടത്ത് നമുക്കൊരു വസ്തുവിനെ കാണാൻ പറ്റില്ല. ഓരോ വസ്തുവും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും, ഡിഫറെന്റ് വേസിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അതും നമ്മുടെ കാഴ്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
കൂടാതെ നിങ്ങൾ 6ാം ക്ലാസ് മുതൽ ലൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലൈറ്റ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു റേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൺവെൻഷനലി അങ്ങനെ ആണെങ്കിലും റെപ്രസെന്റ് ചെയ്യാനുള്ള എളുപ്പത്തിൽ നമ്മൾ ലൈനിനെ റേ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വിത്ത് ഡയറക്ഷൻ. ഓക്കെ, ഒരു കൂട്ടമുള്ള റേ ആണെങ്കിൽ നമ്മൾ ബഞ്ച് ഓഫ് റേസിന്റെ ബീം എന്ന് പറയും. അപ്പൊ റേ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈൻ ഓഫ് ലൈറ്റ് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി പോസിബിൾ. നമ്മൾ പിൻ ഹോൾ പോലെയുള്ള ഒരു സെക്ടറിൽ നിന്ന് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ നേർത്ത ഒരു വരയായിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ റേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കൂട്ടം റേകളെ, ഒരു ബീമിനെയാണ്, ഒരു സെറ്റ് ഓഫ് റേസിനെയാണ് നമ്മൾ ബീം എന്ന് പറയുക. A common phenomenon of light are formation of shadows. നിഴലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ലൈറ്റ് അടിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവുന്നതാണ് നിഴലുകൾ, അല്ലെ? അപ്പൊ ഒരു സൈഡിൽ നിന്ന് മാത്രം ഇലുമിനേഷൻ ഉണ്ടെങ്കിൽ മറ്റേ സൈഡിൽ നമ്മുടെ ഷാഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മിറേഴ്സിലും ലെൻസിലൂടെയുള്ള വസ്തുക്കളുടെ പ്രതിഫലനം, റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദീസ് ആർ ഓൾസോ ഫിനോമിനാസ്. ബെൻഡിങ് ഓഫ് ലൈറ്റ് ബൈ എ മീഡിയം. ചില സമയത്ത് ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന്. ഇനി ബെൻഡ് ചെയ്യുന്നത് നമ്മൾ റീഫ്രാക്ഷൻ എന്ന ഫിനോമിന പഠിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ബെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴാണ് bending വരുന്നത്. and the phenomena is known as refraction. Okay, then twinkling of star. Actually sun twinkle ചെയ്യാറില്ല. sun is also star. ഈ സണ്ണിനെ പോലെയുള്ള ബാക്കിയുള്ള സ്റ്റാർസും ട്വിങ്കിൾ ചെയ്യുന്നില്ല, പക്ഷെ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ട്വിങ്കിൾഡ്. അതിന്റെ റീസൺ നമ്മൾ ഇത് ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ദെൻ ഫോർമേഷൻ ഓഫ് റെയിൻബോ. റെയിൻബോ എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന മോണോക്രോം ആയിട്ടുള്ള ലൈറ്റ് വരുമ്പോൾ അത് വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് പല കളറായിട്ട് ഡിസ്പേഴ്സ്ഡ് ആവുന്ന ഫിനോമിനയാണ് എന്ത് പറയുന്നത്, നമ്മുടെ റെയിൻബോ എന്ന് പറയുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിബ്ജിയോർ എന്നുള്ള അതേ ഓർഡറിൽ ലൈറ്റിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഓർഡറിലാണ് എന്ത് ചെയ്യുക, ഈ കളറുകൾ അറേഞ്ച് ചെയ്ത് വരിക. ആദ്യം നമുക്ക് റിഫ്ലക്ഷനിലേക്ക് വരാം. റിഫ്ലക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മിറർ ആവാം, ഇല്ലെങ്കിൽ കോൺകേവോ കോൺവെക്സോ ആയിട്ടുള്ള മിറർ ആവാം. അങ്ങനെ ഒരു സർഫസ് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബൗൺസ് back. That process is known as reflection. When light falls on a highly polished surface like a mirror, most of the light is sent back to the same medium. എവിടെ നിന്നാണോ ലൈറ്റ് സോഴ്സ് വന്നത് ആ സോഴ്സിന്റെ അടുത്തേക്ക് തന്നെ അല്ലെങ്കിൽ ആ മീഡിയത്തിലേക്ക് തന്നെ ലൈറ്റ് തിരിച്ചു പോകുന്ന ആ ഒരു ഫിനോമിനന്റെ പേരാണ് റിഫ്ലക്ഷൻ. പോളിഷ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീടുകളിൽ നമ്മുടെ പോളിഷ്ഡ് ആയിട്ടുള്ള ടൈൽസോ വാൾസോ ഒക്കെ ഉണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഈ റിഫ്ലക്ഷൻ അനുസരിച്ചിട്ടാണ് ലൈറ്റിന്റെ അറേഞ്ച്മെന്റ്സ് തന്നെ, ഇലൂമിനേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. അങ്ങനെ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നത് എത്രമാത്രം ഈ റിഫ്ലക്ഷൻ റേറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. ക്യാമറയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ലൈറ്റിന്റെ ലൂമൻസ് ചെക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അത് എത്രമാത്രം നമ്മൾ ഇലുമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് ഇലുമിനേറ്റഡ് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി പോളിഷ്ഡ് സർഫസ് ചുറ്റുപാടും ഉണ്ടെങ്കിൽ ഇലുമിനേഷന്റെ ലെവൽസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, so the process is known as reflection of light. അപ്പോൾ ഒരു പോളിഷ്ഡ് സർഫസിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും എത്രത്തോളം പോളിഷ്ഡ് ആണോ അതനുസരിച്ച് ലൈറ്റ് തിരിച്ചാ മീഡിയത്തിലേക്ക് പോകുന്ന ആ ഫിനോമിനന്റെ പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന 2 ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. നമുക്ക് 3 ആളുകളെ പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ ഇൻകമിങ് റേ. നമ്മളിപ്പോൾ ലൈറ്റിനെ റേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന റേനെ ഇൻകമിങ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഒരു പ്രാവശ്യം റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പേര് റിഫ്ലക്റ്റഡ് റേ എന്നാവും. കൂടാതെ ഏത് സർഫസിൽ നിന്നാണോ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് ആ സർഫസുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്ട് ചെയ്തതിന് ശേഷമുള്ള റേനെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. കൂടാതെ സർഫസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഇമാജിനറി ലൈൻ ദാറ്റ് ഈസ് കോൾഡ് നോർമൽ ടു ദ സർഫസ്. ഈ 3 കാര്യങ്ങളും സെയിം പ്ലെയിനിലാണ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ റൂള്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഞാൻ രണ്ടാമത്തെ റൂളാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ റൂൾ ഒന്നുകൂടെ പറയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ ഐ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്ന. സ്മോൾ ഐ അല്ലെങ്കിൽ ആംഗിൾ ഐ എന്ന് റെപ്രസെന്റ് ചെയ്യും. വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? സ്മോൾ ഐ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ ഇസ് ഈക്വൽ ടു
is equal to small r. So angle of incident is equal to angle of reflection. This is law number 1. And the second rule states that incident ray, reflected ray and the normal to the surface all lie on the same plane. All this lie on the same plane. അപ്പോൾ പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ട് ലോസ് ആണുള്ളത്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ലോസ് ഓഫ് റീഫ്രാക്ഷൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സിമിലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്ന ഇതാണ്. ഇതിനെയാണ് ഐ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനിൽ ആർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും കേട്ടോ. ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. ഈ രണ്ട് ആംഗിളും ഈക്വൽ തന്നെയായിരിക്കും. കൂടാതെ ഈ റെഡ് ലൈനിൽ കാണിച്ചേക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന നോർമൽ എന്ന് പറയുന്നത്. സോ ഇൻസിഡന്റ് റേ, ദിസ് ഈസ് ദ ഇൻസിഡന്റ് റേ, ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദിസ് ഈസ് ദ നോർമൽ. ഈ മൂന്നെണ്ണവും ഉണ്ടാവുന്നത് either it will be in a XY plane or YZ plane or XZ plane. ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൂന്നും സെയിം പ്ലെയിനിൽ തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി പ്ലെയിൻ മിററിന്റെ കുറച്ച് സവിശേഷതകൾ, കുറച്ച് പെക്യുലാരിറ്റീസ് പറയാം. നമുക്കുണ്ടാവുന്ന മിററിൽ നിന്നുള്ള ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും, അപ്രൈറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ദ ഇമേജ് ഫോംഡ് ബൈ ദ പ്ലെയിൻ മിറർ ഇസ് ഓൾവേസ് ഇറക്റ്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചില സമയത്ത് ചില കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ടിരിക്കും, ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരും. അത് പ്ലെയിൻ അല്ലാത്തതുകൊണ്ട് തന്നെയാണ്. പെർഫെക്റ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ള ഒരു മിററിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ആണോ മിററിൽ നിന്ന് ബാക്കിലേക്ക് അത്രയും ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇറ്റ് വിൽ ബി എറക്റ്റ്. ഓക്കെ അല്ലേ. രണ്ടാമത്, നമുക്കുണ്ടാവുന്ന ഇമേജിന്റെ സൈസ് ഒരിക്കലും വലുതാവുകയോ ചെറുതാവുകയോ ഇല്ല. ഇറ്റ് വിൽ ബി ഓഫ് ദ സെയിം സൈസ്. എങ്ങനെയായിരിക്കും? ഒരേ അളവിലുള്ളതായിരിക്കും. നിങ്ങൾ എത്രയാണോ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ 150 സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ അതേ എത്രയും സെന്റിമീറ്റർ തന്നെ നിങ്ങളുടെ ഇമേജിലും കാണിക്കും. ഓക്കെ. മൂന്നാമത്തെ കാര്യം, if the image is at the same distance from the mirror as the object is in front of it. ഇപ്പോൾ ഞാനൊരു 5 മീറ്റർ ബാക്കിലോട്ടാണ് ഒരു മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതെങ്കിൽ എനിക്കുണ്ടാവുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ഓൾസോ ബി 5 മീറ്റർ ബിഹൈൻഡ് ദ മിറർ. സോ എത്രയാണോ നിങ്ങൾ ഡിസ്റ്റൻസിൽ ഇമേജ് ഒബ്ജക്റ്റ് അതായത് നിങ്ങളെന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഈ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അത്ര തന്നെ ബാക്കിലോട്ടായിരിക്കും നിങ്ങളുടെ ഇമേജ് ഫോം ചെയ്യാം. സോ 3 പോയിന്റ്, ദ ഇമേജസ് ഇറക്റ്റ്, ഇമേജസ് ഓഫ് സെയിം സൈസ്. എത്ര ഡിസ്റ്റൻസിലാണോ ഇമേജ് നിൽക്കുന്നത്, ഒബ്ജക്റ്റ് നിൽക്കുന്നത് അത്രയും ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? നിങ്ങൾ ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കൂ. ഇതിലൊരു കാൻഡിൽ വെച്ചിട്ടുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒരു പ്ലെയിൻ മിററിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അതിന്റെ റഫ് സർഫസ് കാണിക്കാൻ വേണ്ടിയിട്ട് റഫ്നെസ് കാണിക്കും. ഇതാണ് അതിന്റെ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ്, ഇതാണ് അതിന്റെ റഫ് സർഫസ്. ഇത് പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ്, ഇത് റഫ് സർഫസ്. അങ്ങനെയുള്ളൊരു പ്ലെയിൻ മിററാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ക്യാൻഡിൽ നിങ്ങൾ കാണുന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇമേജ് കാണാൻ പറ്റും. ഇതാണ് അതിന്റെ ഇമേജ്. പക്ഷെ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ മിററിന്റെ ബാക്ക് സൈഡിലാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് അത് ഒരിക്കലും അതിന്റെ ഒരു സ്ക്രീനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്ന ഈ ഒബ്ജക്റ്റ് അതേ ഡിസ്റ്റൻസ്, ഈ എക്സ് എന്ന് പറയുന്ന അതേ ഡിസ്റ്റൻസിൽ എന്താ ചെയ്യുന്നു, നമ്മുടെ ഇമേജ് ആയിട്ട് നമ്മുടെ മിററിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവുന്നു. ഇങ്ങനെ ബാക്ക് സൈഡിൽ ഉണ്ടാവുന്ന ഇമേജിനെ, സ്ക്രീനിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഇമേജിനെ നമ്മൾ പറയുന്ന പേരാണ് വിർച്വൽ ഇമേജ്. വിർച്വൽ ഇമേജിനെ സാധാരണ നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, വിർച്വൽ ഇമേജിനെ നമ്മൾ സാധാരണ ഡോട്ടഡ് ലൈനിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. വിർച്വൽ ഇമേജിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ഒരു സ്ക്രീനിൽ നമുക്ക് ഇമേജിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അതിനെ സ്ക്രീനിൽ നമുക്ക് അതിനെ പതിപ്പിച്ച് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതാണ് ഇതിന്റെ ഇമേജ്, ഇതാണ് ഒബ്ജക്റ്റ്. ദിസ് ഇസ് ഒബ്ജക്റ്റ് ആൻഡ് ദിസ് ഇസ് ഇമേജ്. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന ഇമേജിനെ ഞാൻ എന്ത് പറഞ്ഞു? ദ ഇമേജ് ഇസ് വിർച്വൽ, കനോട്ട് ബി ഒബ്റ്റെയിൻ ഓൺ എ സ്ക്രീൻ. സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ആൻഡ് ഇമേജ് ഇസ് ലാറ്ററലി ഇൻവേർട്ടഡ്.
ഇതെങ്ങനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് രണ്ട് എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. നമ്മൾ പ്ലെയിൻ ഇമേജിൽ പ്ലെയിൻ മിററിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളെ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഷർട്ട് എന്ന് പറയുന്നതിന് ലെഫ്റ്റ് സൈഡിലാണ് പോക്കറ്റ്, പക്ഷെ ഞാനൊരു മിററിൽ നോക്കുമ്പോൾ അതിന്റെ ഇമേജിന് റൈറ്റ് സൈഡിലായിരിക്കും പോക്കറ്റ്. ഇതിന് വേറൊരു എക്സാമ്പിൾ, ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ, നിങ്ങൾ ആംബുലൻസ് എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആംബുലൻസിനെ നമ്മൾ അതിന്റെ മിറർ ഇമേജ് ആയിട്ടാണ് ആംബുലൻസിന്റെ ഫ്രണ്ട് റെപ്രസെന്റ് ചെയ്യുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ റഷ് ചെയ്ത് ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് നിന്ന് നോക്കുമ്പോൾ ഹോൺ അടിച്ചിട്ടായിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ ബാക്കിലുള്ള ആംബുലൻസിനെ വ്യക്തമായിട്ട് ആംബുലൻസ് എന്ന് തന്നെ മിററിൽ കാണാൻ വേണ്ടിയിട്ടാണ് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ അക്ഷരങ്ങൾ അങ്ങനെ ചെയ്തേക്കുന്നത്. വളരെ കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് ആംബുലൻസിൽ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ട് ലെറ്റേഴ്സ് എഴുതുക. റീസൺ എന്താണെന്ന് പെട്ടെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്ലെയിൻ ഇമേജിന്, പ്ലെയിൻ മിററിന്റെ ഒബ്ജക്റ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജിലേക്ക് ഉണ്ടാവുന്ന പോയിന്റ്സ്. ഇറക്റ്റ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ആയിരിക്കും, വിർച്വൽ ആയിരിക്കും, കൂടാതെ തന്നെ ലാറ്ററലി ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു മനുഷ്യൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ, ഒരു പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അയാളുടെ ഇമേജ് ഉണ്ടാവുന്ന ആക്ച്വലി എത്ര ഡിസ്റ്റൻസിലാണോ മനുഷ്യൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് അതിന് ഈക്വൽ ഡിസ്റ്റൻസ് ബാക്കിലോട്ടായിരിക്കും. Okay, this is called a image and this is called the object and this is a virtual image, right? അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ തരത്തിൽ. ഞാൻ പറഞ്ഞു മിറർ, ലെൻസ്, രണ്ട് പാർട്ടാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതിൽ ആദ്യത്തെ പാർട്ടായിട്ടുള്ള മിററിലെ ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള പ്ലെയിൻ മിററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പാർട്ട് ഡീൽസ് വിത്ത് സ്പെരിക്കൽ മിറേഴ്സ്. വാട്ട് ഈസ് കോൾഡ് എ സ്പിയർ? ആ സ്പിയറിന്റെ പാർട്ടായിട്ടുള്ള മിററിനെയാണ് നമ്മൾ സ്പെരിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സ്പെരിക്കൽ മിറർ ഇസ് എ കർവ്ഡ് മിറർ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് എ ഹോളോ സ്പിയർ. ഒരു അകത്ത് പൊള്ളയായിട്ടുള്ള ഹോളോ ആയിട്ടുള്ള ഒരു സ്പിയറിന്റെ പാർട്ടായിട്ട് മിറർ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പെരിക്കൽ മിറർ. സ്പെരിക്കൽ മിറർ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോൺകേവ് മിററും ഉണ്ട്, രണ്ടാമത് കോൺവെക്സ് മിററും ഉണ്ട്. എന്തൊക്കെയാണ്? കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. ഇതിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഇതെന്താണ് കോൺകേവ് മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേവ്, ഗുഹ പോലെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ പോളിഷ്ഡ് സർഫസ്. പോളിഷ്ഡ് സർഫസ് എന്ന് പറയുന്നത് കേവ് പോലെ ഇരിക്കുന്ന മിറേഴ്സ് ആണ് കോൺകേവ് മിറർ. അതിന്റെ പുറത്തുള്ള പാർട്ടിൽ ഇതെന്തായിരിക്കും? റഫ് ആയിരിക്കും. ഇതാണ് റഫ് സർഫസ് വരിക. ഓക്കെ, സോ ദിസ് ഇസ് എ കോൺകേവ് മിറർ. അപ്പൊ തിരിച്ചു പറയുകയാണെങ്കിൽ കോൺവെക്സ് മിറർ എന്തായിരിക്കും? പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പാർട്ട് പോളിഷ്ഡ് ആയിരിക്കും, ഇതെന്തായിരിക്കും? റഫ് ആയിരിക്കും. അങ്ങനെയുള്ള മിറേഴ്സിനെ നമുക്ക് കോൺവെക്സ് മിറർ എന്ന് പറയാം. സോ സ്പെരിക്കൽ മിറേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു ടു. ഇഫ് എ സ്പെരിക്കൽ മിറർ whose reflecting surface is curved inwards then it can be termed as a concave mirror. അപ്പൊ അകത്തേക്ക് കർവ് ചെയ്തിരിക്കുന്ന മിറേഴ്സിനെ നമുക്ക് കോൺകേവ് മിറർ എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. റേസ് ഓഫ് ലൈറ്റ് parallel to the principal axis after reflection from a concave mirror meet at a point. Converging mirror എന്നൊരു പേരും കൂടെ ഉണ്ട്. ബിക്കോസ് പാരലൽ ആയിട്ട് വരുന്ന, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന നമ്മുടെ റേസ് ഓഫ് ലൈറ്റ് ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യും അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിന്റെ വേറൊരു പേര് കൺവേർജിങ് മിറർ എന്നുമാണ്. സോ കോൺകേവ് മിറർ എന്ന് പറയുന്നത് കൺവേർജിങ് മിററും കൂടെയാണ്. concave mirror rays of light, if the rays of light parallel to principal axis converge at a point, it is a concave mirror. Concave mirror അതുകൊണ്ട് വേറെ പേരും പറയും, കൺവെർജിങ് ലെൻസ് എന്നും പറയും. കൺവെർജിങ് മിറേഴ്സ് എന്ന് പറയും, ലെൻസ് അല്ല മിറേഴ്സ് എന്ന് പറയും. സോ കൺവെർജിങ് മിറേഴ്സ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഇതിലേക്ക് വരുന്ന പാരലൽ ആയിട്ടുള്ള, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള എല്ലാ റേസ് ഓഫ് ലൈറ്റും ഒരു പോയിന്റിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യില്ലെങ്കിൽ അതിന്റെ പേര് കൺവേർജ് എന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത് പറയാനുള്ളത് കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിററിൽ ഇറ്റ് ഇസ് എ സ്പെരിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ്. ഇതൊരു വേരിയേഷൻ ആണ്, മാർക്ക് ചെയ്തോണം, ഔട്ട്വേർഡ്സ് ആണ്. സോ ഇറ്റ് ഈസ് എ സ്പെരിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്സ്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന മിററിനെയാണ് നമ്മൾ, സ്പെരിക്കൽ മിററിനെയാണ്
കോൺവെക്സ് എന്ന് പറയുന്നത്. കോൺവെക്സിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ രണ്ട് പാരലൽ റേസ് ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് പുറത്തു പോകുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഇതിനെ ബാക്കിലേക്ക് പ്രൊജക്ട് ചെയ്ത് അതും ഒരിടത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. പക്ഷെ ഇത് ആക്ച്വലി ഇത് സർഫസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. So rays of light parallel to the principal axis after reflection from the convex mirror get diverged and appears to come from a point behind the mirror. പുറമേ ഉള്ളൊരു പോയിന്റിൽ, മിററിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ടുള്ള രീതിയിൽ ഡൈവേർജ് ചെയ്യുന്നു പോകുന്ന മിററുകളെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലുണ്ടാവുന്ന ഇമേജും എങ്ങനെയായിരിക്കും, വിർച്വൽ ആയിരിക്കും. ഓക്കെ, സ്പെരിക്കൽ മിറേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ അധികമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ഡെഫിനിഷൻ, കുറച്ച് ടെർമിനോളജിയാണ്. ടെർമിനോളജി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ്. ഒന്നാമത്തത് സെന്റർ ഓഫ് കർവേച്ചർ. ഞാൻ പറഞ്ഞു സ്പിയറിന്റെ പാർട്ടാണ് നമ്മുടെ ഓരോ കേർവ്ഡ് ആയിട്ടുള്ള സ്പെരിക്കൽ മിറേഴ്സ് അല്ലേ. ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടെങ്കിൽ ആ സെന്ററിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. വി റെപ്രസെന്റഡ് ഇറ്റ് ബൈ ക്യാപിറ്റൽ ലെറ്റർ C. അടുത്തതായിട്ട് പറയാനുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇതൊരു നമ്മുടെ ഒരു സ്പിയർ ആണ് അല്ലെ. ആ സ്പിയറിന് ഒരു റേഡിയസ് ഉണ്ടാവും. ആ റേഡിയസ് എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് എല്ലാ കർവ്ഡ് മിററിലും എല്ലാ സ്പെരിക്കൽ മിററിലും ഉണ്ടാവും. അത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അടുത്ത പറയാൻ പോകുന്നത് പോളാണ്. നമ്മളൊരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു മിറർ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നടുക്കൂടെ എന്തായിട്ട് പാസ് ചെയ്യും, ഒരു പ്രിൻസിപ്പൽ ആക്സിസ് പാസ് ചെയ്യും. ഈ പോയിന്റിന്, അത് മിററിലൂടെ പാസ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് P അല്ലെങ്കിൽ പോൾ ഓഫ് ദ മിറർ എന്ന് പറയുക. അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസ്. ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ. പോളിലൂടെയും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും കടന്നു പോകുന്ന ആ ലൈനിനെ നമ്മൾ എന്ത് പറയും, അതിനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഫിഗറും അത് കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും എന്ത് തന്നെയാണ്, ഇത് പോസിബിൾ ആണ്. കോൺകേവ് മിററിൽ ഇവിടെയാണ് സർക്കിൾ വരുന്നത്. സോ സെന്റർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇതിനുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരും. കോൺകേവ് വരുമ്പോൾ ഇവിടെ ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സർക്കിൾ വരിക. അപ്പൊ അത് രണ്ടും നിങ്ങൾ ഫിഗർ ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ ഫോക്കസ്. ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻ എ കോൺകേവ് മിറർ റേസ് ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മൾ കോൺകേവ് മിററിൽ പറഞ്ഞു ഇപ്പോൾ പാരലൽ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കോൺകേവ് മിററിൽ വരുന്ന ലൈറ്റ് എല്ലാം കൂടെ കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ പേരാണ് എന്ത്, ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദ മീറ്റ് അറ്റ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഇറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. രണ്ടിനും ഉണ്ടാവും കേട്ടോ, കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും ഉണ്ടാവും. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും എന്ത്, കോൺകേവ് മിററിന് ലെഫ്റ്റ് സൈഡിലായിരിക്കും കോൺകേവ് മിററിന് എന്തുണ്ടാവുക, ഫോക്കസ് ഉണ്ടാവുക. റൈറ്റ് സൈഡിലായിരിക്കും കോൺവെക്സ് മിററിന് ഫോക്കസ് ഉണ്ടാവുക. അതാണ് വ്യത്യാസം. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ്, ഇതാണ് ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ബട്ട് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ പോയിന്റ് ബിഹൈൻഡ് ദ മിറർ. കോൺവെക്സ് മിറർ ആവുമ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ പോയിന്റ് ബിഹൈൻഡ് ദ മിറർ. ആ പോയിന്റ് ആണ് എന്ത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. അപ്പൊ രണ്ടിനും ഫോക്കസ് ഉണ്ടാവും. ഒന്ന് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്, ഒന്ന് ബാക്ക് സൈഡ് ഓഫ് ദ മിറർ ആണ്. അതാണ് കോൺവെക്സ് മിററിലെയും കോൺകേവ് മിററിലെയും പ്രിൻസിപ്പൽ ഫോക്കസ് തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് കംസ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പോളും ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ഫോക്കസുമായിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഒരു സ്പെരിക്കൽ മിറർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റേഡിയസ് ഓഫ് കർവേച്ചറും കാണും, അതിനൊരു ഫോക്കസും കാണും. ആ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ക്യാപിറ്റൽ എഫ് അല്ല, സ്മോൾ എഫ് ആണ്, അത് ശ്രദ്ധിക്കണം. ഇത് തമ്മിലൊരു റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു ട്വൈസ് ദ ഫോക്കൽ ലെങ്ത് ആണ്, ഓർ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു R/2 ആണ്. ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു R/2. സോ ഇത് നമുക്ക് പ്രോബ്ലത്തിൽ വളരെ ആവശ്യമുള്ളതാണ്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് F is equal to R/2.
അടുത്തതായിട്ട് റിഫ്ലക്ഷൻ ഓഫ് സ്പെരിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരലായിട്ട് വരുന്ന ലൈന് ഐദർ ഇറ്റ് വിൽ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓർ ഇറ്റ് വിൽ ഡൈവേർജ് ഫ്രം ദി മിറർ സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺകേവ് മിററിലാണെങ്കിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൺവേർജ് ചെയ്യുന്ന ഈ പോയിന്റിനെ നമ്മൾ പറയുന്ന പേര് ഫോക്കസ് എന്നാണ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ക്യാമറ എടുത്തിട്ട് ക്യാമറയെ കോൺസെൻട്രേറ്റ് ചെയ്ത് വ്യക്തമായിട്ട് പിക്ചർ കിട്ടുന്ന ആ പോയിന്റ് ആണ് അതിന്റെ ഫോക്കസ് അല്ലെ. സിമിലർലി ഇവിടെ കോൺകേവ് ലെൻസിൽ ഈ എഫ് എന്ന് പറയുന്നത് ഈ ലൈറ്റ് റേസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺവെക്സ് ലെൻസിലും കൺസിഡർ ചെയ്യണം. കോൺവെക്സ് ലെൻസിൽ പാരലൽ ആയിട്ട് വരുന്ന ലൈന് ഇറ്റ് അപ്പിയേഴ്സ് ടു ഡിഫ്ലക്ട് ബാക്ക്, ഡിഫ്ലക്ട് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാലും ഇതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ കമ്മിങ് ഫ്രം എ കോമൺ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഒരു റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഒരു സ്റ്റുഡൻറ്റിന് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1 by 1 ആയിട്ട് റൂൾ നമ്പർ 1, 2, 3 ആയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, എ റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ കേസ് ഓഫ് എ കോൺകേവ് മിറർ ഓർ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ കേസ് ഓഫ് കോൺവെക്സ് മിറർ. നിങ്ങൾ ഇവിടെ നോക്കൂ, ആദ്യം കാണിച്ചേക്കുന്നത് ഒരു കോൺകേവ് മിറർ ആണ്. ഓക്കെ, ഈ കോൺകേവിൽ വരുന്ന ലൈൻ എന്ന് പറയുന്ന ലൈൻ ഓഫ് റേ അല്ലെങ്കിൽ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ്. ഇങ്ങനെ വരുന്ന ലൈന് എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ ഗോ ത്രൂ അ പോയിന്റ് ആൻഡ് ആ പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ഏതൊരു ലൈനും ഏതിലൂടെ പാസ് ചെയ്തു പോകും? ഫോക്കസിലൂടെ ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു പോകും. ഇത് കോൺകേവ് ലെൻസിന്റെ കേസിലാണ്. ഇനി കോൺവെക്സ് ലെൻസിന്റെ കേസിലാണെങ്കിലും സെയിം തന്നെയാണ്. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ലൈൻ റേ ഓഫ് ലൈറ്റ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് അത് റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോയി. പക്ഷെ ഇത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കോമൺ പോയിന്റിൽ ചെന്ന് നിൽക്കും. ഏതൊരു ലൈനും പാരലൽ ലൈൻ അതുപോലെ ഒരു കോമൺ പോയിന്റിൽ ചെന്ന് നിൽക്കും. ആ ഡൈവേർജിങ് എൻഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഇസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഫോക്കസ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റേ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ ഓർ എ റേ വിച്ച് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ എമേർജ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഒന്നുകൂടെ പറയാം, നിങ്ങളൊരു റേ ഉണ്ട്, അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിന്റെ ബാക്കിലേക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വന്നിരുന്ന റേ എന്തിന് പാരലായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും. നേരത്തെ പറഞ്ഞ പോയിന്റ് നേരെ കോൺവേഴ്സ് ആണ് പറയുന്നത്. അതായത് whenever there is a ray coming through principal focus to the convex or concave lens, it will reflect back as a parallel ray to the principal axis. ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ കാണുന്നത് ഒരു ലൈൻ ഓഫ് റേ വരുന്നുണ്ട്, അത് ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? പാരലൽ റേ ആയിട്ട് കടന്നു പോകുന്നുണ്ട്. എന്തിന് പാരലൽ റേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകുന്നുണ്ട്. സിമിലർലി ഒരു കോൺവെക്സ് മിറർ ആണ്. എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ലൈനാണ് ഈ ഫോക്കസിലേക്ക് കടന്നു പോവേണ്ട, പക്ഷെ ഇത് ആക്ച്വലി കടന്നു പോകുന്നില്ല. ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിവിടെ വരും, എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. ഈ ലൈൻ എന്ന് പറയുന്നത് എന്തിന് പാരലാണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലാണ്. സോ ഒരു ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഒരു റേ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക് ആസ് എ പാരലൽ റേ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പോയിന്റ്, a ray passing through the center of curvature of a concave mirror is directed in the direction of the center of curvature of a convex mirror. അതായത് ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് കടന്നു പോകുന്നതാവാം. ഒരു കോൺവെക്സ് മിറർ ആണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു റേ ആവാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. ഏത് പാത്തിലാണോ അത് കടന്നു പോയത് അതേ പാത്തിൽ തന്നെ തിരിച്ചു പോകും. നമുക്ക് ഫിഗറിലൂടെ അപ്പം നോക്കാം. ഓക്കെ, ഇവിടെ വരുന്ന ഈ റേ എന്ന് പറയുന്നത് സിയിൽ കൂടെ കടന്നു പോവുകയാണ് അല്ലെ. ഇത് അതേ പാത്തിൽ തന്നെ തിരിച്ചും പോകുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? എപ്പോഴൊക്കെ ഒരു റേ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്നോ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് അതിലേക്ക് തന്നെ പോകാം. ഇനി കോൺകേവ് മിററിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോൺകേവ് മിററിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ ലൈൻ ആണ് ഇറ്റ് ഇസ് സപ്പോസ് ടു പാസ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. ദാറ്റ് വിൽ റിഫ്ലക്ട്
ത്രൂ ദ സെയിം റേ. ആ റേ വന്ന അതേ പാത്തിലൂടെ തന്നെ തിരിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, റേ ഇൻസിഡന്റ് ഒബ്ലിക്ലി, അതായത് പാരലായിട്ടല്ല ഒരു ആംഗിളിൽ ഒബ്ലിക് ആയിട്ട് പാസ് ചെയ്യുകയാണ്. ഏതിലേക്ക്? പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ഏത് ആംഗിളിലാണോ അത് വന്ന് അതേ ആംഗിളിൽ നിന്ന് തിരിച്ചു പോകും. ദാറ്റ് ഈസ് ഓൺ ദ കോൺകേവ് മിറർ ഓർ എ കോൺവെക്സ് മിറർ ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ഒബ്ലിക്ലി, അതേ ഒബ്ലിക് ആയിട്ട് തന്നെ അത് തിരിച്ചു പോകും. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇതേ ആംഗിളിൽ തന്നെയാണ് ഇത് തിരിച്ചു പോയിരിക്കുന്നത്. സോ whenever an incident ray comes obliquely to the principal axis, it will go back obliquely itself. Similarly ഇവിടെ വന്ന അതേപോലെ തന്നെയാണ് കോൺവെക്സ് ലെൻസ് മിററിലും എന്ത് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ റേ തിരിച്ചു പോയിരിക്കുന്നത്. അടുത്തത് കോൺകേവ് മിറേഴ്സിന്റെയും കോൺവെക്സ് മിറേഴ്സിന്റെയും റേ ഡയഗ്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോൺകേവ് മിററിൽ 6ഉം കോൺവെക്സ് മിററിൽ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് ഓരോ ലൈനും ശ്രദ്ധിച്ചു തന്നെ പഠിക്കുക. ഒന്നാമത്തത്, നമ്മൾ ഇതിന്റെ പൊസിഷൻ അനുസരിച്ച്, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് റേ ഡയഗ്രാം വരയ്ക്കുന്നത്. ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് വെൻ എ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഒരു കോൺകേവ് മിററിന്റെ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ എങ്ങനത്തെ ഉള്ള ഇമേജ് ആണ് ഉണ്ടാവുന്നത്? നമുക്ക് ഉണ്ടാവുന്ന ഇമേജ് ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് അപ്രൈറ്റ് ആയിരിക്കില്ല, ഡൗൺവേർഡ്സ് ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. അതുപോലെ തന്നെ വളരെ ചെറിയ ഇമേജ് ആണ്, പോയിന്റ് സൈസിലാണ്, റിയൽ ഇമേജ് ആണ്. നമ്മുടെ മിററിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇമേജ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് 2 പാരലൽ റേസ് വരയ്ക്കാം. പാരലൽ റേസ് എന്തിന്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് അറിയാം, പോയിന്റ് അനുസരിച്ച്, റൂൾ അനുസരിച്ച് whenever there is a parallel ray to the principal axis it will pass through a common point and which is known as focus. അല്ലേ? ഈ ഫോക്കസിലാണ് അപ്പൊ അതിന്റെ മീനിങ് ഒബ്ജക്റ്റിന്റെ ഇമേജ് ഉണ്ടാവുക. ഈ ഇമേജ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ മിററിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതുകൂടാതെ എന്താണ്? ഡിമിനിഷ്ഡ് ആണ്, ഹൈലി ഡിമിനിഷ്ഡ് ആണ്. അപ്പൊ ഹൈലി ഡിമിനിഷ്ഡ്. അപ്പോൾ ഓരോന്നിന്റെയും പൊസിഷൻ അനുസരിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് തീർച്ചയായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് സി. സി എന്ന് പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ ആണ് അല്ലേ? സിയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു പൊസിഷനിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അത് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. സാധാരണ നമ്മൾ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന AB എന്നും ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന A', B' എന്നുമാണ്. AB വച്ചേക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം ഒരു പാരലൽ റേ വരയ്ക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് ഒരു പാരലൽ റേ വരയ്ക്കുന്നു. ആസ് പെർ റൂൾ ഇറ്റ് വിൽ പാസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. അല്ലെ? ഇത് പോകുന്നത് D എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് അതൊക്കെ പാസ് ചെയ്തു പോകുന്നു. രണ്ടാമത് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. നിങ്ങൾക്കറിയാം, സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകത, അത് സിയിലൂടെ തന്നെ കടന്നു പോയിട്ട് തിരിച്ചതേ പാത്ത് തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ അത് തിരിച്ചതേ പാത്ത് തന്നെ ഫോളോ ചെയ്യും. സോ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് A', B'. A' താഴെയും B' മുകളിലുമാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണ്. കൂടാതെ അത് ചെറുതാണ്, ഹൈലി ഡിമിനിഷ്ഡ് അല്ല, പോയിന്റ് സൈസിലൊന്നും അല്ല, പക്ഷെ ഡിമിനിഷ്ഡ് ആണ്, ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. കൂടാതെ ഇത് നമ്മുടെ മിററിന്റെ ഫ്രണ്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്ക്രീനിലല്ല, നമ്മുടെ മിററിന്റെ ഫ്രണ്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ യു ക്യാൻ സേ ഇറ്റ് ആസ് എ റിയൽ ഇമേജ്. സോ എപ്പോഴാണോ സീന് ബിയോണ്ട് ആയിട്ട് ഒബ്ജക്റ്റ് ഇരിക്കുക, ഉണ്ടാവുന്ന ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡും ആയിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. നമുക്ക് സീന് ബിയോണ്ട് ആണ് കഴിഞ്ഞ പോയിന്റ് എടുത്തത്. അപ്പൊ ഇനി സിയിലേക്ക് ഉപയോഗിക്കാം. നമുക്ക് ഉണ്ടാവുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സിയിലാണെന്ന് വെക്കാം. സിയിലാണെങ്കിൽ ഉണ്ടാവുന്ന ഇമേജും സി തന്നെയാണ് വരുന്നത്. കൂടാതെ അത് സെയിം സൈസ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. സെയിം സൈസ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. ദേ ഇവിടെ നോക്കിയേ, നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു AB which is in C. അപ്പോൾ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ലെങ്തിൽ തന്നെ വരയ്ക്കുക, ഇല്ലെങ്കിൽ അതുപോലെ RF ആയിട്ടുള്ള റിലേഷനും ഫോളോ ചെയ്ത് വരയ്ക്കുക, ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് കിട്ടില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ടായിരിക്കണം ഈ M-ഉം N-ഉം എന്ന് പറയുന്നത്, അതിൻ്റെ സെൻറ്റർ ആയിരിക്കണം ഈ C. എന്നാൽ മാത്രമേ ഈ പറയുന്ന രീതിയിലേക്ക് റേ ഡയഗ്രാം വരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ AB എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചു, ഒരു പാരലൽ ലൈൻ വരച്ചു. ആ പാരലൽ ലൈൻ ഏതിലൂടെ പാസ് ചെയ്തു? F-ലൂടെ പാസ് ചെയ്തു പോയി.
ഇനി സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എഫിലൂടെ പാസ് ചെയ്തു. എന്തിലൂടെ കടന്നുപോയി? അത് പാരലൽ ആയിട്ട് കടന്നുപോയി. സോ രണ്ടും സെയിം പോയിന്റ് ആണ്. പാരലായിട്ട് വരുന്ന റേ എഫിലൂടെ കടന്നുപോയി, എഫിലൂടെ കടന്നു വരുന്നത് പാരലായിട്ട് പോയി. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരും. അതാണ് എ ഡാഷ് ബി ഡാഷ് വിച്ച് ഈസ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. അതിന്റെ സൈസ് നോക്കിയാൽ മനസ്സിലാവും. എ ബിയുടെ അതേ സൈസ് തന്നെയാണ് എ ഡാഷ് ബി ഡാഷും വന്നേക്കുന്നത്. സോ സെയിം സൈസ് ആണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അടുത്തേക്ക് വരികയാണ് അല്ലെ. ഒബ്ജക്റ്റ് നേരത്തെ ഇൻഫിനിറ്റി ആയിരുന്നു, ബിയോണ്ട് സി ആയി, ദെൻ ഇപ്പോൾ സിയിലെത്തി. അടുത്തത് വരുന്ന സിനും എഫിനും, അതായത് സെന്റർ ഓഫ് കർവേച്ചറിനും എഫിനും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. എങ്ങനെയാണ് ഇത് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സി, ഇതാണ് നമ്മുടെ എഫ്. അപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്ക് എ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഞാൻ വെച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒത്തിരി വലുതായിട്ട് വരയ്ക്കരുത്. എ ബി എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറുതായിട്ട് വരിക. കിട്ടുന്ന ഇമേജ് എത്രത്തോളം വലുതാവുന്നു അതിനേക്കാളും വലുതായിരിക്കും നമ്മുടെ ഇമേജും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എ ബി എന്ന് പറയുന്ന മാർക്ക് ചെയ്തു, പാരലൽ ലൈൻ വരച്ചു. പാരലൽ ലൈൻ എന്തിലൂടെ പാസ് ചെയ്ത്? എഫിലൂടെ പാസ് ചെയ്തു. അടുത്തത് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു ലൈൻ വരച്ചു, അത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ പാസ് ചെയ്തു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് എ ഡാഷ് ബി ഡാഷ്. എ ഡാഷ് ബി ഡാഷ് ആണ് ഇവിടുത്തെ ഇമേജ്. ഒബ്ജക്റ്റും ഇമേജും ആയിട്ട് നോക്കുമ്പോൾ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് വന്നിരിക്കുന്നത്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് വന്നിരിക്കുന്നത്, റിയൽ ആയിട്ടുള്ള റിയൽ ആയിട്ട് ഇൻവേർട്ടഡ് ആയിട്ട് എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒബ്ജക്റ്റ് അടുത്തടുത്തേക്ക് വരികയാണ്. ഇപ്പൊ ഒബ്ജക്റ്റ് എഫിലാണ് ഇരിക്കുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഉണ്ടാവുന്ന ഇമേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഇമേജ് എന്ന് പറയുന്ന ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നത്. ഇൻഫിനിറ്റിയിൽ ഒരു ഇമേജ് ഉണ്ടോ? ഇൻഫിനിറ്റിയിൽ ഇമേജ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അത് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. അതുകൂടാതെ റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. അപ്പൊ പോയിന്റ്സ് ഇതാണ്. ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് എഫിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എഫിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എ ബി എന്ന് പറയുന്നത് എഫിലാണ് ഇരിക്കുന്നത്. ഇനി പാരലൽ വരുന്ന ലൈൻ ഒബ്വിയസ്ലി എഫിലൂടെ പാസ് ചെയ്യും, അതാണ് ഈ ലൈൻ. ഓക്കെ, ഇനി സിയിലൂടെ പാസ് ചെയ്യുന്ന സിയിലൂടെ തന്നെ പാസ് ചെയ്യും, അതാണ് ഈ ലൈൻ. ഇതൊരു പാരലൽ ലൈൻ അല്ല. ഇത് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. കുറേ ദൂരം കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും വെച്ച് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ഇമേജ് ലാർജ് ആയിരിക്കും, ഇൻവേർട്ടഡും ആയിരിക്കും. ഹൈലി എൻലാർജ്ഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ലാർജ് എന്ന് പറഞ്ഞാൽ വലുതെന്നാണ്, ഹൈലി എൻലാർജ്ഡ് വളരെ വലുതായിരിക്കും. സോ റിയൽ, highly enlarged and inverted images formed. അടുത്തത് അവസാനത്തെ പോയിന്റ് ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞ ഇമേജുകളെല്ലാം മിററിന്റെ മുൻവശത്തായിട്ടാണ് വന്നത്, ലെഫ്റ്റ് സൈഡിലാണ് വന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ, അതായത് ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ ആണ് വരുന്നത്, അതായത് വിർച്വൽ ഇമേജ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. വെൻ ദ ഒബ്ജക്റ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ദ ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ ഇറ്റ് ഈസ് എൻലാർജ്ഡ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ്. സോ ഒരേ ഒരു കോൺകേവ് മിററിന്റെ ഒറ്റ ഒരു കേസിൽ മാത്രമാണ് വിർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജ് ഉണ്ടാവുന്നത്. അത് എപ്പോഴാണ്? എഫിനും പിനും ഇടയ്ക്ക്, പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയ്ക്ക് നമ്മുടെ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോഴാണ്. നമുക്ക് ഫിഗറിലേക്ക് പോവാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എഫിനും പിനും ഇടയ്ക്കുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഒബ്ജക്റ്റ് വരുന്നത്, എ ബി എന്ന് പറയുന്നത്. അതിന് ഒബ്ലിഗായിട്ട് വരുന്ന ലൈൻ എന്ന് പറയുന്നത് ഒബ്ലിഗായിട്ട് തന്നെ തിരിച്ചുപോയി. ഇനി സിയിലേക്ക് പാസ് ചെയ്യുന്ന ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതും സിയിലൂടെ തന്നെ കടന്നുപോയി. ഇത് രണ്ടും ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എ ഡാഷ് ബി ഡാഷ് വിച്ച് ഇസ് ദ ഇമേജ്. ഈ ഇമേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഒബ്ജക്റ്റിനേക്കാളും വലുത് തന്നെയല്ലേ. സോ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഉണ്ടാവുന്നത്. ബിഹൈൻഡ് ദ മിറർ ആയതുകൊണ്ട് വിർച്വൽ ആയിട്ടുള്ളതാണ്, അത് തലകുത്തി പോയിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻവേർട്ടഡ്, സോ ഇറ്റ് ഈസ് കോൾഡ് ഇറക്റ്റ് ഇമേജ്. അപ്പോൾ ഒരേ ഒരു വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് കോൺകേവ് മിററിൽ ഉണ്ടാവുന്ന കണ്ടീഷൻ എപ്പോഴാണ്? എഫിനും പിനും ഇടയ്ക്ക്, പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയ്ക്കുള്ളപ്പോഴാണ്. അപ്പൊ ഈ പറഞ്ഞ 6 കണ്ടീഷൻ, ഇൻഫിനിറ്റി, ബിഹൈൻഡ് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, എഫ് ആൻഡ് പി, അങ്ങനെയുള്ള എല്ലാ പോയിന്റ്സിലും റേ ഡയഗ്രാംസ് നന്നായിട്ട് വരച്ചു പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെരിക്കൽ മിററിലെ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ കോൺകേവ് മിറർ പോലെ തന്നെ കോൺവെക്സ് മിറർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടുത്തെ 2 കണ്ടീഷൻ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ആ 2 കണ്ടീഷൻ ഏതാണെന്ന് നോക്കാം. ഒന്ന്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോൾ
അപ്പോൾ ഉണ്ടാവുന്ന ഇമേജ് ഹൈലി ഡിമിനിഷ്ഡ് വിർച്വൽ ആൻഡ് ഡയറക്റ്റ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് രണ്ടും തന്നെ വിർച്വൽ ആണ്, അത് ശ്രദ്ധിക്കുക. ഹൈലി ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റും ആണ്. അപ്പൊ അത് നമുക്ക് ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഈ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകും. ഇത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ഇറ്റ് അപ്പിയേഴ്സ് ടു കോൺസെൻട്രേറ്റ് അറ്റ് എ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ഇസ് നോൺ ആസ് ഫോക്കസ് അല്ലെ. അപ്പൊ ഉണ്ടാവുന്ന ഈ ഇമേജ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മിറർ ആയതുകൊണ്ട് വിർച്വൽ ആണ്, ചെറുതായതുകൊണ്ട് പോയിന്റ് സൈസ്ഡ് ആണ്, അല്ലെങ്കിൽ സ്മോൾ ആണ്, വളരെ തീരെ ചെറുതായിരിക്കും നമ്മുടെ ഇമേജ്. കൂടാതെ തന്നെ അത് ഇറക്റ്റും ആയിരിക്കും. അപ്പൊ വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുമ്പോൾ. ഇൻഫിനിറ്റിയിൽ ഉണ്ടായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു കോൺവെക്സ് മിററിൽ ഉണ്ടാവുക. കോൺകേവ് മിററിന്റെ എല്ലാ ടാബുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റ് ഇൻഫിനിറ്റി, ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഇതിൽ ആകെ ഒരേ ഒരു കേസിൽ മാത്രമാണ് വിർച്വൽ ആൻഡ് ഡയറക്റ്റ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യുന്നു, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ.